പ്രാർത്ഥനകളുടെ നിറവിലാണ് ശിവക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകാം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, എത്രത്തോളം അവിടെ തിരക്കുണ്ട്? രാവിലെ വന്നു പോയതാണ്. എന്തായാലും തിരക്കിന് ഒരു കുറവില്ല. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നൂറുകണക്കിന് ഭക്തർ തന്നെയാണ് വൈകുന്നേരവും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ രാവിലത്തേക്കാൾ അധികമാണ് തിരക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് 3 മണിക്ക് പുലർച്ചെ 3 മണിയോടുകൂടി ആചാരവടിയും നിയമവടിയോടുകൂടി തന്നെയാണ് നട തുറന്നത്. ഇപ്പോൾ ലക്ഷദീപം തെളിയിക്കുകയാണ്. ക്ഷേത്രത്തിന് പുറത്തും ക്ഷേത്രത്തിനടുത്തുമായി 1,00,000 ദീപങ്ങളാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലും ക്ഷേത്രത്തിന്റെ ജീവനക്കാരുടെ നേതൃത്വത്തിലും ലക്ഷദീപം തെളിയിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രം തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആഘോഷങ്ങളുമായിട്ടുള്ള തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ വടക്കുംനാഥന്റെ മണ്ണിലാണ്. തൃശ്ശൂർ നഗരത്തിലേക്ക് വരുന്ന ഒരാൾക്ക് പോലും വടക്കുംനാഥനെ ഒന്ന് വണങ്ങാതെ അല്ലെങ്കിൽ വടക്കുംനാഥനെ വലം വയ്ക്കാതെ എവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. ആ തരത്തിലാണ് ഈ നഗരം പോലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടു കൂടി തന്നെ വളരെ വലിയ തിരക്ക് തന്നെയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ 6 മണിയോട് കൂടി തന്നെ ഈ ലക്ഷദീപം തെളിയിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 1000-ഓളം കഥനവടികൾ അല്പസമയം മുമ്പ് പൊട്ടിച്ചിരുന്നു. ഇനി രാത്രി 10:30 കൂടിയാണ് എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കുക. ഈ അശോകേശ്വരം തേവർ, ചെമ്പൂക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നിവരുടെ എഴുന്നള്ളിപ്പ് ഈ ഷൊർണൂർ റോഡിൽ സത്രം ജംഗ്ഷനിൽ നിന്നും നായക്കനാൽ വരെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. തൃപ്ര രമേശന്മാരാണ് ഇതിൽപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഞ്ചവാദി നയിക്കുന്നത്. തുടർന്ന് ഈ ശ്രീമൂലസ്ഥാനം വരെ ഈ കിഴക്കൂട്ട് അനിയന്മാരെ നയിക്കുന്ന പാണ്ഡിമേളം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ രാത്രി 8:30 കൂടി തന്നെ പാറമേക്കാവിൽ നിന്ന് കൂടുതൽ വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടേക്ക് മറ്റ് പരിപാടികളുണ്ടായിരിക്കും. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശിവരാത്രി ദിവസം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ കലാപരിപാടികളുമുണ്ട്. പ്രത്യേകം സ്റ്റേജ് കെട്ടിക്കൊണ്ട് കലാപരിപാടികളുണ്ട്. ഈ നാട്ടുകാരുടെ ഉണ്ട്, അതുപോലെ ഭജൻസ് ഉണ്ട്, ഭജനാമൃതമുണ്ട്, നൃത്യങ്ങളുണ്ട്. അത് ഏതാണ്ട് രാത്രി ഒരു 10 മണി വരെ തന്നെ തുടരും. എന്തായാലും വളരെ വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ ഒരു സമയത്തും വടക്കുംനാഥനിൽ അനുഭവപ്പെടുന്നത്. രാവിലെ 3 മണിക്ക് നട തുറന്നതാണ്. അതേസമയം തൊട്ട് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെയാണ് ക്ഷേത്രത്തിലേക്ക്. അത്തരത്തിലേക്കുള്ള ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. ക്യൂ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ഇവിടെ വന്ന് തൊഴുന്ന ഒരു കാഴ്ചയുള്ളത്. രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 7 മണിയോട് കൂടിയാണ് മഹാപരിക്രമ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. IM വിജയനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുകളെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് തത്സമയം തന്നെ എത്തിച്ചതാണ്. എന്തായാലും ഈ വടക്കുംനാഥനിൽ ഇപ്പോഴും ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ ഈ നട അടയ്ക്കുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. വിഷ്ണു, വീണ. ആനന്ദ വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇടുക്കി അമരാവതി നൂലാംപറമ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാം. സുബിൻ തോമസ് ചേരുന്നുണ്ട് അവിടെ നിന്ന്. സുബിൻ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇടുക്കിയിലും ശിവരാത്രി മഹോത്സവം അതിന്റെ പാരമ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളുമായി ശിവപാദത്തിലേക്ക് നിരവധി ആളുകളാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഇടുക്കിയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ എത്തുന്നു. അവർ ശിവൻ പ്രത്യേക പരിപാടികൾ നടത്തി, മഹാദേവന് പ്രത്യേക പരിപാടികൾ നടത്തി അവർ ഐശ്വര്യപൂർണമായ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു അമരാവതി നൂലാംപാറ ക്ഷേത്രത്തിലും ഈ പ്രത്യേക പൂജകൾ നടത്തുന്നതിനായും വഴിപാടുകൾ നടത്തുന്നതിനായും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അപൂർവ ഉത്സവ ചടങ്ങുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ മഹാശിവക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ നടത്തുന്ന ഇടുക്കി ജില്ലയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നൂലാംപാറ ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രധാനമായും ശിവരാത്രി പൂജ, അതുപോലെ തന്നെ കലശ പൂജ എല്ലാമാണ് ഇവിടെ പ്രധാനമായും അനുഷ്ഠിക്കുന്നത്. ഇന്നിനി ഇപ്പോൾ ഈ ശിവരാത്രി പഞ്ചയാമ പൂജയും അതുപോലെ തന്നെ കനകാഭിഷേകവും പള്ളിവേട്ടയും എല്ലാം തന്നെ നടക്കേണ്ടതായി ഉണ്ട്. അപ്പോഴും നിരവധി പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു ഐശ്വര്യപൂർണമായ ജീവിതത്തിനായി പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട്, പഞ്ചാക്ഷരി സ്തോത്രം ഉരുവിട്ട് ജപിച്ച് ആ ഒരു ഐശ്വര്യപൂർണമായ ഒരു അനുഗ്രഹം പ്രാപിക്കാനാണ് നിരവധി ആളുകളായാലും ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷ് പണിക്കർ ചേരുന്നുണ്ട്. നിലവിൽ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പൂജകളാണ് ഇപ്പോൾ നടക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആചാരങ്ങൾ? ഇത് നൂലാംപാറ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ഇത് താന്ത്രിക വിധി പ്രകാരം മഹാക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ ഉള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിച്ചു പോകുന്ന, കൊടിയേറ്റോടുകൂടി ഉത്സവം നടക്കുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. അപ്പൊ ശിവക്ഷേത്രങ്ങളിൽ പൊതുവെ നടന്നു വരുന്ന എല്ലാ വഴിപാടുകളും ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലും നടക്കാറുണ്ട്. കൊടിയേറ്റോടുകൂടി 6 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്.
അതിന്റെ ഇടയ്ക്കാണ് ശിവരാത്രി എന്ന് പറയുന്ന ഈ ദിവസം. ഈ ശിവരാത്രി ദിവസം ശിവക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഉത്സവവും ശിവരാത്രിയും ഒരേ കാലഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അത് രണ്ടും രണ്ടായിട്ട് തന്നെ വരും. ഇവിടെ അത് ഒന്നിച്ചാണ് പോകുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. നാളെയാണ് അതിന്റെ എഴുന്നള്ളത്തും സമാപനവും ഒക്കെ. ഇന്ന് ശിവരാത്രി ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും രാവിലെ മുതൽ പാലിച്ചു പോരുന്നു. ഇനിയിപ്പോ യാമപൂജകളാണ്, പഞ്ചയാമ പൂജകളാണ് ശിവരാത്രി ദിനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള പൂജകൾ. അത് ഇന്ന് രാത്രി 12 മണി വരെയാണ് ആ പൂജകൾ നീണ്ടു നിൽക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങൾ, ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള നിരവധി ഭക്തര് നൂലാമ്പാറ ക്ഷേത്രത്തിൽ ഉത്സവത്തിനും അല്ലാത്ത സമയത്തും വന്നു പോകാറുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് നിരവധി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു ശിവക്ഷേത്രമാണ് നൂലാമ്പാറയിലേത്. പ്രധാനമായും അലസതകൾ വെടിഞ്ഞ് ഭക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുക, അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയി ആ ഒരു ശിവനാമം അല്ലെങ്കിൽ മഹാദേവനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ വ്രതശുദ്ധിയോടും കൂടിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്.